ശ്രീരാമസ്വാമി ആവശ്യപ്പെടുകയും അതിൻ പ്രകാരം വനത്തിൽ ചെന്ന് ലക്ഷ്മണൻ മുന്നിൽ കാണുന്ന ഒരു വൃക്ഷം മുറിച്ചിടുകയും ചെയ്യുന്നു. എന്നാൽ ആ വൃക്ഷത്തിന്റെ അടിയിൽ തപസ് ചെയ്യുന്ന ശംഭുകുമാരൻ എന്ന അസുരനും മരിച്ചു വീഴുന്നു. ആ അസുരൻ മരിച്ചത് അറിഞ്ഞ് അസുരന്റെ മാതാവായ ശൂർപ്പണഖ കരയുന്നു. എന്നാൽ മകൻ മരിച്ച ദുഃഖമുണ്ടെങ്കിലും ആ മകന്റെ ശവശരീരം അവിടെ തന്നെ കളഞ്ഞ് വേറൊരു ഭർത്താവിനെ തെരഞ്ഞു പോകുന്നു. അത് ശ്രീരാമനായിരിക്കുന്നു. ആ ശ്രീരാമന്റെ പത്നിയായ സീത കാരണമാണ് തനിക്ക് ശ്രീരാമനെ ലഭിച്ചില്ല എന്ന് മനസ്സിലാക്കിയ ശൂർപ്പണഖ സീതയെ അപഹരിക്കാൻ ഒരുങ്ങുന്നു. ഈ സമയത്ത് ശൂർപ്പണഖയുടെ നാശികാഛേദനം ലക്ഷ്മണൻ ചെയ്യുന്നു. ശൂർപ്പണഖ തന്റെ സഹോദരനായ രാവണന്റെ അടുത്ത് ചെന്ന് സങ്കടം പറയുന്നു. രാവണൻ എന്നു ആ ജടായുടെ ചിറകുകൾ രാവണൻ അരിഞ്ഞു വീഴ്ത്തുന്നു. ശേഷം ബാലി സുഗ്രീവ് യുദ്ധം നടക്കുന്നു. ശ്രീരാമസ്വാമിയും ഇളയസ്വാമിയും വാനരങ്ങളും ചേർന്നുകൊണ്ട് ലങ്കയിൽ ചെന്ന് യുദ്ധം ചെയ്യുന്നു. അവിടെ വെച്ച് രാമരാവണ യുദ്ധം ചെയ്ത് രാവണ വധം ചെയ്ത് സീതയെ തിരിച്ചു കൊണ്ടുവരുന്നു. അവിടെ പിന്നീട് പട്ടാഭിഷേകം അയോധ്യയിൽ വെച്ച് നടക്കുന്നു. അപ്പൊ ഇത്രയും ഭാഗമാണ് ഞങ്ങൾ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. ഒരിക്കൽ കൂടി നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പ്രബന്ധമായ രാമായണം തോൽപ്പാവക്കൂത്ത് എന്ന ആദ്യ സിനിമയിലൂടെ കണ്ടാസ്വദിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരെയും ക്ഷണിച്ചുകൊള്ളുന്നു. തോൽപ്പാവക്കൂത്ത് ആരംഭിക്കുന്നതിന്റെ ഭാഗമായി കുറച്ചു കഴിഞ്ഞാൽ എല്ലാ ലൈറ്റുകളും അണയ്ക്കുന്നതായിരിക്കും. ആ സമയത്ത് ആളുകൾ ഓടി വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തായാലും തോൽപ്പാവക്കൂത്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾ ഓരോരുത്തർക്കും പുറകെ വന്ന് ബാക്ക് സ്റ്റേജിൽ എന്താണ് നടക്കുന്നതെന്ന് കണ്ടറിയാവുന്നതാണ്. നന്ദി, നമസ്കാരം. എന്റെ പേര് വിപിൻ, ഇത് അഭിഷേക്, ഇത് പുഷ്പലത. എന്റെ അമ്മയാണ്. തോൽപ്പാവക്കൂത്ത് ഒരു കാലത്ത് സ്ത്രീകൾ മാത്രം ചെയ്തിരുന്ന ഒരു കലാരൂപമാണ്. എന്നാൽ 1992 ശേഷം എന്റെ മുത്തശ്ശൻ ശ്രീ കൃഷ്ണൻകുട്ടി പുലർ, ഞങ്ങൾ ഏകദേശം 15 തലമുറയായി ഈ തോൽപ്പാവക്കൂത്ത് അവതരിപ്പിച്ചു വരുന്നു. ഏകദേശം 35 രാജ്യങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്. ഏകദേശം 10,000-ഓളം വേദികൾ ദൈവസഹായം കൊണ്ട് ഞങ്ങൾക്ക് പിരിയിടാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ 92 ശേഷമാണ് സ്ത്രീകളുടെ സാന്നിധ്യം തോൽപ്പാവക്കൂത്തിൽ വന്നത്. അങ്ങനെ എന്റെ അമ്മയാണ് 2016 കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് കൂടിയാണ്. അത് രമ്യാദേവി എന്റെ വൈഫാണ്. അവര് നമ്മുടെ വച്ചൽ ജൂബിലി ഫെലോഷിപ്പിന്റെ ഭാഗമായി മണ്ണാർക്കാട് തോൽപ്പാവക്കൂത്ത് അധ്യാപികയാണ്. അത് പുതിയ തലമുറയിൽപ്പെട്ട പുതിയ പാവയാണോ പാവക്കാരിയാണോ അറിയില്ല, ഋത്വിക.